ഉത്സവങ്ങൾക്ക് ആനയിടഞ്ഞുണ്ടാകുന്ന അക്രമങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത ഉടമയ്ക്കും പാപ്പാന്മാർക്കുമാണെന്ന കോടതി ഉത്തരവിനെതിരെ ആനയുടമകളും പാപ്പാന്മാരും രംഗത്ത്. സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി ആനയുടമകൾ. ഉത്സവാഘോഷങ്ങളിലും പരിപാടികളിലും മറ്റ് യാത്രയ്ക്കുമിടയിൽ ആനയിടഞ്ഞ് ആക്രമണം നടത്തിയാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉടമയും പാപ്പാന്മാരും ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആനയിടഞ്ഞുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ഇവർക്കാണെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഈ ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ആനയുടമകളും പാപ്പാന്മാരും. ഞങ്ങളിതിനെ കൊണ്ടുപോയിട്ട് ജീവിക്കണം ബുദ്ധിമുട്ടും നമ്മൾ കഷ്ടപ്പാട് ഒരു ദിവസം നമ്മൾ മുഴുവനും ഉറക്കൊഴിച്ചിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങളെന്താ വെച്ചാൽ പാവപ്പെട്ട കുടുംബങ്ങളാണ്. നമുക്ക് അവർ ഇത്ര ഉറുപ്പ്യ നഷ്ടപരിഹാരം പറഞ്ഞാൽ കൊടുക്കാനുള്ള സാമ്പത്തികം നമ്മുടെ അടുത്തില്ല. വേറെ തൊഴിലിന് നമ്മൾ കൊണ്ടുവരിക്കും. ആനകളെ തൊടുന്നത്, ആനയുടെ കൊമ്പ് വന്ന് ഫോട്ടോ എടുക്കുന്നത്, അത് ഫാൻസികളും ആനപ്രേമികളും മറ്റേ ഇവരുണ്ട്. അതിലൊന്നും നമ്മൾ ഉത്തരവാദിത്തം. നമുക്ക് എന്താ, നമ്മൾ കമ്മിറ്റി സ്ഥലത്ത് പോയാൽ അത് പരിപാടികൾ ഭംഗിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കമ്മിറ്റിക്കാർ അത് ഉത്തരവാദിത്തം എടുക്കുക. ഇവിടുന്ന് ആന ഉടമസ്ഥൻ അവരെ ചെയ്യേണ്ടത്. തൊഴിലാളികൾ എന്തിരുന്നു, ഞങ്ങൾക്ക് ഈ 3-4 ഉറുപ്പ്യ ശമ്പളം, അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് എന്തേ, ഈ ബാറ്റ, ഇതല്ലേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുക ചെയ്യുക, ഞങ്ങൾ നമ്മുടെ കുടുംബം ജീവിക്കുക. ആനകളെ പ്രകോപിപ്പിച്ചും ലേസർ അടക്കമുള്ളവ പ്രയോഗിച്ചും ആനയിടയുമ്പോൾ പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വരുന്ന കോടതിയുടെ നിലപാട് ശരിയല്ലെന്നും ഇവർ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ആന ഇടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ കാരണമാണ് അറിയേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലേസർ ഉപയോഗിച്ചുകൊണ്ട് ആന ഇടഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കേസ് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും അന്വേഷണം ഇല്ലാത്ത തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന എഴുന്നള്ളിപ്പ് നടക്കുന്നത് സുപ്രീം കോടതിയുടെ ചില വിധികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ആന എഴുന്നള്ളിപ്പ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഇപ്പോൾ ഉടമസ്ഥനാണെങ്കിലും അതുപോലെ ആനപ്പാപ്പാനാണെങ്കിലും ആന ഇടഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ വരും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ആനയെ പുറത്തേക്ക് വിടാനായിട്ട് തയ്യാറാവില്ല. ആന എഴുന്നള്ളിപ്പ് തൃശ്ശൂർ പൂരം പോലും ഇത്രയും നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിച്ചത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വീണ്ടും നമ്മൾ സുപ്രീം കോടതിയിലേക്ക് തന്നെ സമീപിക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ട കാര്യങ്ങൾ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ചെയ്യുന്നുണ്ട്. NGOകൾ പല മേഖലകളിലും പിടിമുറുക്കുകയും ഉത്തരവുകൾ സമ്പാദിക്കുകയും ചെയ്ത് ഉത്സവാഘോഷങ്ങളും ആന എഴുന്നള്ളിപ്പുകളും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആനയുടമകളുടെ ആരോപണം. ക്ഷേത്രോത്സവങ്ങളിൽ ആനയിടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉത്തരവാദിത്വം ആനയുടമകൾക്കും ആനപ്പാപ്പാന്മാർക്കുമാണെന്ന കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവർ പറയുന്നത്. ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആനയുടമകൾ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCB ന്യൂസ്.